ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്നു, അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇത് ഞങ്ങളുടെ ക്യാമ്പ് മീറ്റിങ്ങിൻ്റെ 3-ാമത്തെ ദിവസം, ലാസ്റ്റ് ഡേ രാവിലെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയതാണ്. അതും വേറെ ദിവസത്തെയും കൂടെ ഉള്ള വീഡിയോയായി കാണിക്കുന്നത്. അപ്പോൾ രാവിലത്തെ അന്ന് ഉച്ച വരെയായിരുന്നു മീറ്റിംഗ്. രാവിലെ തൊട്ട് 3-ാം ദിവസം, അതായത് ലാസ്റ്റ് ഡേയിൽ രാവിലെ 8 മണി തൊട്ട് ഉച്ചയ്ക്കൊരു 2 മണി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ഫുഡ് എല്ലാവരും കഴിക്കാനായിട്ട് വന്നതാണ്. ചോറ്, ഡാളുകറിയുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ അപ്പുറത്ത് ഓരോ ബൗളിലായിട്ട് ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു. ഈ കേക്കെന്ന് പറയുന്നത് ഹോൾമോൻ്റെ ട്യൂഷൻ്റെ അവിടുത്തെ സാറിന് അവിടെ കൊടുക്കാനായിട്ട്, ന്യൂ ഇയറിന് കേക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാനായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം നോക്കിയുണ്ടേ അവർ നോൺ വെജ് കഴിക്കാത്തവരാ. അപ്പം വെജിൻ്റെ ആയിരുന്നു വാങ്ങിക്കേണ്ടത്. അറിയിച്ചാനില്ല, അറിയാതെ നോൺ വെജ് വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ അത് നമ്മൾ വീട്ടിൽ കണ്ടിച്ചിട്ട് വെജിൻ്റെ കൊടുക്കാമെന്ന് വെച്ച്. അങ്ങനെ അതല്ല, അവനിപ്പം ഈ പിള്ളേർക്ക് പ്ലം കേക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പം കഴിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ പ്ലം കേക്കാണ് ഇഷ്ടം, അല്ലാതെ ഈ ടീ കേക്ക് എനിക്കിഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇവർക്ക് നേരത്തെ ഇവർ കഴിക്കത്തേ ഇല്ലായിരുന്നു, ഇപ്പം കഴിക്കും. അന്നേരം ഞാനും ഒറ്റ നോട്ടത്തിൽ ആ ഫോയിൽ പേപ്പറിൻ്റെ മണ്ടേ ഫാൻ നിർത്തിയായിരുന്നു ഞാൻ കേട്ടോ. അപ്പോൾ ആ ഫാൻ നിർത്തിയപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കാതെ നോർമൽ വോയിസ് ആയിരുന്നു ഇട്ടത്, പക്ഷേ അത് പറ്റിയില്ല. അപ്പോൾ ആ ഫാനിൻ്റെ കറങ്ങൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അവിടെ ഷാഡോ വരുന്നുണ്ട്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഈച്ച പറക്കുവാൻ തോന്നുമായിരുന്നു, പക്ഷേ അത് ഫാനിൻ്റെ ഇതായിരുന്നു. പിന്നെ ഇനിയും കാണിക്കുന്നത് പിറ്റേ ദിവസത്തെ വേറെ ഒരു ദിവസത്തെ വീഡിയോ കേട്ടോ. ഇപ്പം പാത്രങ്ങളൊക്കെ കുറേ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകാൻ ഞാൻ ആദ്യം സോപ്പെല്ലാം ഇട്ട് വെച്ചതാണ്. പിന്നെ ഈ കഴുകുന്നത് തൊട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ എളുപ്പം. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തു. അതിന് ശേഷം അരി അടപ്പത്തിടണമായിരുന്നു. അങ്ങനെ അരി എടുത്ത് അടപ്പത്തിടട്ടെ. അപ്പോൾ ഇന്നലത്തെ ചോറ് ഇച്ചിരി ഇരിപ്പുണ്ട്, നേരത്തെ ചോറ് ഇത്തിരി ഇരിപ്പുണ്ട്, അതെടുത്തൊന്ന് വെച്ച് വാർക്കണം. അപ്പോൾ ഇത് പുതിയ അരിയാണ് ഇടുന്നത്, അതുകൊണ്ട് കുറേ സമയം എടുക്കാം. അതേ സമയം നമുക്കിപ്പം എൻ്റെ കയ്യിൽ അരി പഴയ അരി ഇല്ല എങ്കിൽ ഈ ബിരിയാണി റൈസ് ഉണ്ടെങ്കിൽ അത് ഞാൻ പെട്ടെന്ന്, അവർക്കത് ഇഷ്ടമാണ്, പെട്ടെന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ അരിക്ക് വേവായതുകൊണ്ട് അതെടുത്ത് പെട്ടെന്ന് കുക്കറിലിട്ട് വേവിക്കും. ഇതിപ്പോൾ എൻ്റെ എത്ര നാളത്തെ, ഞാൻ എന്നും നടക്കാൻ പോകുമ്പോൾ ഈ മുരിങ്ങയില കണ്ടിട്ട് ഇങ്ങനെ കിട്ടിയാണെങ്കിൽ കൊള്ളായിരുന്നു എന്നൊരു ചിന്തയുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പിട്ട് ഞാൻ കഴിച്ചതാണ് ഈ മുരിങ്ങയിലയൊക്കെ തോരനാന്നേലും കറിയാന്നേലും. അപ്പം വാച്ച്മാൻ ഇപ്പം റീച്ചാൻ ഇങ്ങനെ ചോദിച്ചാണെങ്കിൽ വാച്ച്മാൻ അത്ര ഒടിച്ചു കൊടുത്തതാണ്. അതിപ്പം റീച്ചാൻ സൊസൈറ്റിയിൽ എന്തോ കമ്പ്യൂട്ടറിൻ്റെ ഒത്തിരി പ്രോബ്ലം ഉണ്ടായിരുന്നു, അവർക്കത് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോയപ്പം വാച്ച്മാൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങാരത്തിൽ ഒടിച്ചു കൊടുത്തതാണ്. പോള് കണ്ടിട്ട് ഇത് എന്തുവാന്ന് പോലും അവനറിയത്തില്ല, എന്തോത്തിൻ്റെ ഇലയാണെന്നുള്ളത്. അപ്പോൾ ഈ എണ്ണയൊക്കെ തീർന്നായിരുന്നു, എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച് നോക്കട്ടെ. അപ്പം ഞാൻ തോരനൊക്കെ വെക്കാനായിട്ടെല്ലാം തയ്യാറാക്കി, അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ഇലയും കൊണ്ട് തോരൻ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ച് അതിൻ്റെ ഇല എടുത്ത് അതുപോലെ ഇങ്ങനെ ഊർത്ത് എടുത്തിട്ടേ ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന്. സാധാരണ പണ്ടുള്ളവർ പറയാം ഇലകളൊന്നും ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെളിയിൽ വെക്കരുത്, അല്ലെങ്കിൽ ഉടനെ ഉപയോഗിക്കണമെന്നൊക്കെ. എന്തോ ചെയ്യാനോ, സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ഞാനതെടുത്ത് എന്തെങ്കിലും അതിൻ്റെ ഇല ഊർന്നിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവാം. ഇതിൻ്റെ ഒന്നും കൂട്ടാനും കറിയൊന്നുടെ കാര്യമൊന്നും റീച്ചാനും സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അപ്പം ഞാൻ തോരൻ വെക്കാനായിട്ട് ഇത് കണ്ടോ,
ഈ കറിവേപ്പില ഞങ്ങളന്ന് മീറ്റിങ്ങിന് പോയില്ലേ, ഞാൻ നിങ്ങളെ കാണിച്ചില്ല. ഇത്രയും ദിവസവും ഇത് വെളിയിൽ ഇങ്ങനെ കവർ ചെയ്തിരിക്കുമായിരുന്നു. ഒരിച്ചിരി പച്ചപ്പ് അതിൻ്റെ പോയിട്ടില്ല. അതേസമയം നമ്മൾ കടകളിൽ നിന്ന് ഇപ്പം മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പില ഇതുപോലെ വെളിയിലിരിക്കുമായിരുന്നെങ്കിൽ അത് കറുത്ത ഇലയായതിനായിരുന്നു, അത് കരിഞ്ഞും പോയതിനായിരുന്നു. പക്ഷേ ഇത് നല്ല ഫ്രഷായിട്ട് ഒരു പാട്ടലുണ്ട്, നമ്മളിലെ പിച്ചിയെടുത്തതിൻ്റെ ഒരു വാടക്കമുണ്ട്. പക്ഷേ അതിൻ്റെ ഇത്തിരി പോലും കളർ പോയില്ല. അതെനിക്ക് എൻ്റെ കൂട്ടുകാരി അവൾ പറിച്ചതിട്ട്, എടി നീ ഇപ്പം വൈകിട്ട് വീട്ടിൽ പോവല്ലേ, നീ അങ്ങ് കൊണ്ടുപോയിക്കോ, ഞാൻ 2 ദിവസം കഴിഞ്ഞല്ല പോകത്തുള്ളെന്നും പറഞ്ഞ് ആദ്യത്തെ ദിവസമേ പറിച്ചതാണ്. അതവൾ എനിക്കിങ്ങ് തന്നു വിട്ടതാണ്. എന്തോ നല്ല മണമാണെന്നറിയാമോ, നല്ല മണമായിരുന്നു. അപ്പം ഞാൻ തോരൻ വെക്കാനായിട്ട് ഒരു ഇച്ചിരി ബീൻസാണ് ഞാൻ പറഞ്ഞത്. 3-4 ദിവസം നമ്മളൊന്നും വെക്കാഞ്ഞതുകൊണ്ട്, ഒന്നും ആഹാരം വെക്കാത്തതുകൊണ്ട് ബീൻസ് നേരത്തെ, ഈ ബീൻസ് കുറേ നേരം ഫ്രിഡ്ജിൽ ഇരുന്നാൽ ഒരു സൈസ് വെള്ള പോലെ അത് വല കെട്ടി പന്നലാവും. ഒരിച്ചിരി ഈർപ്പം ബീൻസിലൊന്ന് അടിച്ചാൽ മതി. അപ്പം ബീൻസ് അല്ലെങ്കിൽ എപ്പോൾ കൊണ്ടുവന്നാലും ഞാൻ ഒന്നീ അത് പെട്ടെന്ന് അരിഞ്ഞ് വെക്കും, അല്ലെങ്കിൽ അതെടുത്ത് ഉപയോഗിക്കും. ഇത് ഇത്രയും ദിവസം എടുക്കാഞ്ഞ് അത് പന്നലായതുകൊണ്ട് 1/2 കിലോ ബീൻസ് വാങ്ങിച്ചു. അതിൽ നിന്ന് കുറച്ചേ ഉള്ളായിരുന്നു, നല്ലതെല്ലാം കൂടെ ക്ലീൻ ചെയ്തെടുത്തോണ്ടേ. പിന്നെ അതിൽ നിന്ന് കുറച്ച് കോവയ്ക്കയും കൂടി ഇട്ട് അത് രണ്ടും കൂടെ അരിഞ്ഞിട്ടൊരു തോരൻ വെക്കാമെന്ന് വെച്ച്. അപ്പോൾ ഉള്ളി കുറച്ചേ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഉള്ളി ഒരിച്ചിരി നന്നായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇച്ചിരി തേങ്ങയും മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതുകൂടെ ഇട്ട് കൊടുക്കും. അപ്പം കോവയ്ക്ക ഇതുകൂടെ ആകുമ്പോൾ ഒരു കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് ഇളക്കി ഉപ്പൊക്കെ ചേർത്ത്, വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. കാരണം ആ ചില കോവയ്ക്ക നമുക്ക് അരിയുമ്പോൾ അറിയാം, ഇതില്ല കിശായിരിക്കുന്ന ഒരു കോവയ്ക്ക, അതങ്ങോട്ട് ഒരിത്തിരി സുമാറില്ല. നമുക്ക് മെഴുക്കോട്ട് വന്നാലും ഇതിന് ഒത്തിരി സമയം എടുക്കും അതൊന്ന് വഴന്ന് വരാൻ. നമ്മുടെ നാട്ടിലത്തെയൊക്കെ കിട്ടുന്ന കോവയ്ക്ക ഒരു വേറെ ടൈപ്പ്, ഇതാണെങ്കിൽ ഒരു സൈസ് വെള്ളം ടൈപ്പ് പോലുള്ള കോവയ്ക്ക. അപ്പോൾ അതങ്ങനെ ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അന്നേരം എനിക്കാണെങ്കിൽ ഒരു ബീഫ് അച്ചാറിൻ്റെ ഓർഡറും വന്നായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് ഈ ദിവസങ്ങളിൽ ബീഫ് അച്ചാർ അതും കാരണം ഈ ന്യൂ ഇയറിൻ്റെ ആ ആഴ്ച തന്നെ വേണ്ടിയതുമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ 1/4 കിലോയേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ അന്തേരിയിൽ ആ കടക്കാർ ചോദിച്ചായിരുന്നു, അവർക്ക് 3-4 ബോട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പുള്ളിക്കാരനോട് പറഞ്ഞ് എനിക്കൊരു 1/4 കിലോയുടെ ആ ഡബ്ബ ഇങ്ങനെ തിരിച്ചതാ, ഞാൻ പിന്നിട്ട് തരാമെന്ന്. എന്തുവന്നേലും കാര്യം പോലെ അയാൾ 1/4 കിലോ തന്നു. അങ്ങനെ ഒരു അച്ചാറും എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് അയക്കാനായിരുന്നു. കാരണം ഈ ഇടയ്ക്കൊന്നും എനിക്ക് ഇടാൻ സമയം കിട്ടിയില്ല, നമ്മൾ ഈ മീറ്റിങ്ങിനൊക്കെ പോകുന്നതുകൊണ്ടേ. അപ്പോൾ അല്ലെങ്കിലും ഞാൻ ഇനിയിപ്പം ഇടുന്നുടനെ ഓർഡറും പ്രകാരമേ ഇടത്തുള്ളൂ. അല്ലാതെ ഓർഡർ പ്രകാരം ഇടുമ്പോൾ ഞാൻ ആൾക്കാരോട് ചോദിക്കും. ചിലർ പറയും, ചേച്ചി ഇടുമ്പം പറയണേ, അന്നേരം വാങ്ങിക്കാമെന്ന്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അന്നേരം കൊടുക്കുകയും ചെയ്യും. ഇത്തിരി ആ മീനച്ചാറിടാൻ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ അച്ചാറിൻ്റെ കാര്യം ഓർത്തത്. മീനച്ചാർ ഇടാൻ നേരം ഞാൻ പറഞ്ഞില്ല, മുള്ളും തലയൊക്കെ ഇച്ചിരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ചെന്നെടുത്തായിരുന്നു, ബാക്കി ഇന്നിപ്പം എടുത്ത് കറി വയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ അതിനായിട്ട് ഞാനാണെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വഴറ്റി കറിവേപ്പില ഇട്ടിട്ട് മുളക് പൊടിയും ചേർത്ത്, അന്ന് 4 ചൂര ഞാനന്ന് വെട്ടിയില്ലേ അതിൻ്റെയാണ്. അപ്പം അന്ന് 2 തല രണ്ടായിരുന്നു അങ്ങാണ്ട് ഇട്ട്, 2. പിന്നെ ഇന്നും ഉണ്ട്. മുള്ളാണെങ്കിലും അതിൻ്റെ അകത്തുനിന്ന് പിള്ളേർക്കൊക്കെ എടുത്ത് കഴിക്കാനുണ്ട്. മുള്ള അവന്മാർക്ക് എടുക്കാക്കത്തില്ല. കൊച്ചവന് ഞാനെടുത്ത് കൊടുക്കും, വലിയ ആൾ മുള്ളിൽ നിന്നാണെങ്കിലും മാംസം എടുത്ത് കൊടുക്കും. പിന്നെ ഡാഡിയെടുത്ത് ഞാൻ പറയും, ഡാഡി മുള്ളും തലയും വെച്ച കറിയാണ് വേണമെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ നല്ല പീസായിരിക്കത്തില്ലല്ലോ. അപ്പോൾ കൊടുക്കുമ്പോൾ ഡാഡിക്ക് അറിയത്തില്ലല്ലോ എന്തുവാ എന്താ പീസ് കിട്ടിയെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊടുക്കുമ്പം പറയും, ഇങ്ങനെ പീസായിട്ടുള്ള മീനല്ല ഞാൻ കറി വെച്ചത്, മുള്ളും അച്ചാറിൻ്റെ ബാക്കി വരുന്ന മുള്ളും അങ്ങനെയുള്ള ഭാഗങ്ങൾ വെച്ചാണ്. ഡാഡിക്ക് അങ്ങനെ ചൂരയോട് ചിലപ്പോൾ അങ്ങനെ താല്പര്യമില്ല. ചില സമയത്ത് അതിൻ്റെ ചാറെടുക്കും, ചില സമയത്തെങ്ങാനും മൂട് തോന്നുകയാണെങ്കിൽ കഴിക്കും. അപ്പോൾ ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് ഈ മുള്ളും തലയും കൂടെ പറക്കിയിട്ട് കൊടുക്കട്ടെ. അപ്പം ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഞാൻ ഇരുമ്പമ്പുളി ഇന്നാളി കാണിച്ചില്ലേ മരം, അതിൽ വീണ്ടും ഇരുമ്പമ്പുളി ഇങ്ങനെ പൊടിയായിട്ട് താഴെ ഇച്ചിരി ഒരു സ്വല്പം വലുതായതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങ് മേളിലോട്ടാണ് കയറിപ്പോയേക്കുന്നത്. അത് തോട്ടം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടിയാൽ മതി, അതിങ്ങ് വരും. പക്ഷേ നോക്കി ഇരിക്കണം. എനിക്ക് ഇപ്രാവശ്യം വാങ്ങിച്ച് ഒരു മീൻകറിയോ വല്ലതും വെച്ച് നോക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ഇന്നാളെ ചോദിച്ചില്ലായിരുന്നോ ഉണക്കക്കൊഞ്ചിൻ്റെ ഇത്. അപ്പോൾ എനിക്കൊരാൾ വാട്സപ്പിൽ റെസിപ്പി സഹിതം ഒരു വീഡിയോ ഇട്ട് തരുകയും ചെയ്ത്. പിന്നെ കഴിഞ്ഞ ദിവസം ജയ വെറൈറ്റീസിൽ ജയേച്ചി ഞാനിങ്ങനെ നോക്കിയിരുന്ന് ഉണക്കക്കൊഞ്ച് കറി വെക്കുന്നു.
ആദ്യം വറക്കുകയൊക്കെ ചെയ്തു, പിന്നെ എല്ലാം കൂട്ടി യോജിപ്പിച്ച് അടപ്പത്ത് വെക്കുന്നതാണ് കണ്ടത്. ബാക്കി പ്രൊസീജിയറൊന്നും കണ്ടില്ല. അപ്പോൾ ഇനി ഇടുമ്പം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അത് മാങ്ങയൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ മാങ്ങ ഇല്ലാതൊക്കെ എങ്ങനെയാണ് വെക്കുന്നതെന്ന്, കൊഞ്ച് തീയൽ വെക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്ന് നോക്കാം. ഇവിടെ ഈ പിള്ളേർക്ക് ഇഷ്ടമാവുമോ എന്നറിയത്തില്ല. ഞാൻ ആദ്യത്തെ സംഭവമാണ്. ഞാൻ പറഞ്ഞില്ലേ അന്ന് ഞാൻ നാട്ടിൽ വെച്ചൊക്കെ കഴിച്ചിട്ടുണ്ട്. അത് വെച്ചുള്ള നാട്ടിൽ വെച്ച് കഴിച്ചതെന്ന് പറഞ്ഞാൽ കൊഞ്ച് പൊടിച്ച് ചമ്മന്തി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിപ്പം എല്ലാം മസാലകളൊക്കെ പുരട്ടി മീനൊക്കെ ഇട്ട് നന്നായി ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അതിനും കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് വറ്റി വരുമ്പം അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇപ്പോൾ കറിവേപ്പില ഇടുമ്പോഴത്തേക്കിന് മീൻ കറിയൊക്കെ അത് ഇരുന്ന് കുറേ കൂടെ അങ്ങ് വറ്റിക്കോളും കേട്ടോ, ചട്ടി ആയതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കെന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.